ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് പ്രണയവിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടാലോ. അങ്ങനെ അവർ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അവർ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രണയവും സ്നേഹവും ഒക്കെ ഇടകലർത്തി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും സുന്ദരമായ നിമിഷങ്ങൾ പങ്കുവെക്കാൻ വരുന്നുണ്ട് കേട്ടോ. അതായത് വരാനിരിക്കുന്ന വിശേഷങ്ങൾ പങ്കുവെക്കാൻ വരുന്നുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നമുക്ക് ലൈക്കിന് ഒരു ടാർഗറ്റ് ഉണ്ട് 1K. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ പ്രണയവിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും സ്നേഹിച്ച് മതിവരാതെ സ്നേഹിക്കുകയാണ്. ഇത് കണ്ടിട്ട് കുശുമ്പ് മൂത്ത് നിൽക്കുന്ന നമ്മുടെ ചന്ദ്രയും സുധിയും ശ്രുതിയും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ രേവതിയുടെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നായിട്ട് അറിഞ്ഞറിഞ്ഞ് നമ്മുടെ സച്ചി സാധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴേക്കും രണ്ട് കപ്പിൾസ് ഇങ്ങനെ നിൽക്കുന്നു. രണ്ട് കപ്പിൾസ് ഇങ്ങനെ നിന്നിട്ട് ഒരു ഗിഫ്റ്റ് ഇങ്ങനെ മോതിരം ഒരു ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് വലിയ സന്തോഷമാകുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി കാണുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരാഗ്രഹം. അപ്പൊ രേവതിക്ക് ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്ത സന്തോഷം ആകുമായിരിക്കും. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുന്ന സന്തോഷമാണ് എന്ന് നമ്മുടെ സച്ചിക്ക് അവിടെ നിന്ന് മനസ്സിലാകുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി നേരെ ഒരു ജ്വല്ലറിയിലേക്ക് വിടാണ്. അങ്ങനെ ഒരു ജ്വല്ലറിയിലേക്ക് പോയിട്ട് നമ്മുടെ രേവതിക്ക് വേണ്ടി മോതിരം സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പം മോതിരത്തിന്റെ അളവൊന്നും കറക്റ്റ് അറിയില്ല, എങ്കിലും തൻ്റെ മോതിര വിരലിൽ ഒന്ന് പതുക്കി ഒന്ന് കയറ്റി നോക്കി. അപ്പം ഫുൾ അങ്ങ് കയറാത്ത രീതിയിൽ നല്ലൊരു റിംഗ് ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ ഈ ഒരു റിംഗ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. താനത് രേവതിയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ അന്ന് കുറച്ച് നേരത്തെ വീട്ടിലേക്ക് ചെല്ലുക നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി കുറച്ച് നേരത്തെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ എന്ത് പറ്റിയിടാ മോനെ, നീ എന്താ ഇന്ന് നേരത്തെ വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഓഹോ വല്ലാത്ത വിശപ്പൊക്കെയാ അച്ഛാ, ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ഇവിടെ നല്ല ഫുഡ് ഉണ്ടാക്കൂല്ലോ രേവതി, പിന്നെ എന്തിനാ ഞാൻ പോയി ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത്? അതേതായാലും നന്നായി മോനെ എന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ രവീന്ദ്രന്റെ കാര്യം പിടികിട്ടിട്ടോ. ഈ സച്ചിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വരവ് രേവതിനെ കാണാനാന്നറിയാം. ഏതായാലും ഈ മോതിരമൊക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പം രേവതി എന്ത് ചെയ്യാ അച്ഛാന്ന് ചോദിച്ചപ്പം, രേവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൾ എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് ഇതിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ രേവതിനെ അന്വേഷിച്ച് പോയതും നമ്മുടെ രേവതി തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ അഴാന്നൊക്കെ പറയും. അതിലിങ്ങനെ ഞങ്ങളിങ്ങനെ പറയും കേട്ടോ, അഴാന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അതിലിങ്ങനെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തുണി ഇങ്ങനെ വിരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സാരിയൊക്കെ ഉടുത്താട്ടോ നിൽക്കുന്നത്. അപ്പം ചെറിയ രീതി വയറൊക്കെ കാണാം. അപ്പം നമ്മുടെ സച്ചി അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് പതിയെ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ പതിയെ ചെന്ന് പുറകിൽ നിന്നൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഏതായാലും അവർ ഒരു എന്താ പറയുക, ഒരു റൊമാൻസിന്റെ ആ ഒരു മൂർച്ചാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്, അതായത് അവരുടെ അടിയും വഴക്കൊക്കെ മാറി. ഞാൻ പറഞ്ഞല്ലോ ശാന്തി മുഹൂർത്തമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു. ഉച്ചയ്ക്ക് സ്ഥിരമായിട്ട് കഥ കേൾക്കുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ അതും കൊണ്ട് തന്നെ ഇങ്ങനെ പുറകിൽ നിന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി ഞെട്ടിപ്പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇതെന്താ കാണിക്കുന്നത്, ഇതെന്താ ഈ പകല് ഉച്ചയ്ക്ക് വന്നിട്ട് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഭാര്യനെ കെട്ടിപ്പിടിക്കുന്നതിന് ഞാനിപ്പോൾ ആരോട് ചോദിക്കണം? ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിലും ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാലോ? ആരും കണ്ടുകൊണ്ട് വന്നാലും ഒരു ചുക്കും ഇല്ല, ഒരു ചുണ്ണാമ്പും ഇല്ല. അല്ല എന്താ ഇപ്പോൾ വന്നത്? ഫുഡ് കഴിക്കാനാണല്ലേ? ഞാൻ ഫുഡ് എടുത്ത് വെക്കാം, താഴേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ കയ്യിൽ കയറി സച്ചി അങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ സച്ചി കയ്യിൽ കയറി പിടിച്ചിട്ട് നമ്മുടെ രേവതിയുടെ കണ്ണിൽ തന്നെ നോക്കി. രേവതിയും കുറച്ചു നേരം സച്ചിയുടെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്താന്നിങ്ങനെ കണ്ണും കൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? എനിക്കോ? എന്ത് ഗിഫ്റ്റ്? അത് ദേ ഇന്നാ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു മോതിരം കൊടുത്തു കേട്ടോ. ഏതായാലും ആ ഒരു മോതിരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് വല്ലാത്ത സന്തോഷമായി, ഒരു സർപ്രൈസ് ആയി പോയി. അപ്പൊ രേവതിയോട് അതിങ്ങനെ എടുത്ത് കയ്യിലിടാൻ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആ ഒരു മോതിരം ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു മോതിരം മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത്, ആ മോതിരം ഇട്ടിട്ട് കൈ പിടിച്ചിട്ട് കയ്യിലൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ രേവതി നാളം കൊണ്ട് ഓടി താഴേക്ക് ഇറങ്ങി ഓടിയേട്ട. ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുമ്പിലാണ് ചെന്ന് പെട്ടത്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഇവക്കിതെന്താ പറ്റിയത്? അല്ലെങ്കിൽ ഇവിടെ പരിസരബോധമില്ലാതെയാണല്ലോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രേവതി പതുക്കെ അങ്ങ് ഒഴിഞ്ഞ അടുക്കളയിലേക്ക് അങ്ങ് പോയി. അപ്പൊ രവീന്ദ്രൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രനോട്, എന്തൊക്കെ കണ്ടാലാ ഞാന്, ഇവിടെ ഉണ്ടല്ലോ മറ്റുള്ളവർ ഉള്ള ഒരു വിചാരം പോലും ഇല്ലാതെയാ ഓരോരുത്തർ ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടി ചന്ദ്രേ, നിനക്ക് എന്താ ചന്ദ്രയെ കുഴപ്പം? അവര് ഭാര്യയും ഭർത്താവും അല്ലേ?
അവര് സ്നേഹിക്കട്ടേന്നേ. നിനക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അല്ല, നീ ഇതൊന്നും ഓർക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും ഓർമ്മിപ്പിക്കരുത്, അതൊക്കെ ഓർക്കാതെ ഞാൻ ഇരിക്കുകയെന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയൊക്കെ ആ ഒരു പ്രണയം പതുക്കെ പതുക്കെ അങ്ങോട്ട് വിടാൻ തുടങ്ങി കേട്ടോ. കാരണം അതായത് ആദ്യം അവർ നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു, പതിയെ പതിയെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശ്രുതിയും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ശ്രുതിക്ക് ജോലിക്ക് പോകാൻ മടി. നമ്മുടെ ശ്രുതി ആദ്യമൊക്കെ പതിയെ പതിയെ പറഞ്ഞ് ഒന്നും മെരുക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് നിവൃത്തിയില്ല എന്ന് മനസ്സിലായി. ശ്രുതി എന്തു ചെയ്താലും ലാസ്റ്റ് അത് ഒരു വലിയ അബദ്ധമായിട്ട് തന്നെയാണ് മാറുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ റൊമാൻസ് അത് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അപ്പം ആ ഒരു സ്റ്റേജിലാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഈ റൊമാൻസ് ഒക്കെ മൂർച്ഛിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര വിഷമാവുകയാണ്. ആദ്യം ശ്രുതിക്ക് എന്നോട് ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു, ശ്രുതിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പം എന്നോട് ഒരു താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ എല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു അവസ്ഥ വരെ എത്തി, ആ ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചേരുകയാണ്. ശ്രുതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങൾ ഓരോന്ന് പറഞ്ഞു കൂട്ടി അപ്പൊ വേറൊരു കള്ളത്തരത്തിൽ നിന്ന് രക്ഷ നേടാൻ അടുത്ത കള്ളത്തരം പറയുന്നു, അതിൽ നിന്ന് രക്ഷ നേടാൻ അടുത്ത കള്ളത്തരം പറയുന്നു. എല്ലാ കള്ളത്തരവും കൂടെ ആയപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോകാനും തുടങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ അമ്മ നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണവും, അങ്ങനെ പുള്ളിക്കാരി തല കറങ്ങി വീഴാൻ തുടങ്ങുന്നു. അപ്പൊ അവിടെയുള്ള അയലോക്കംകാരൊക്കെ, അതായത് നമ്മുടെ ആദീനെ സ്കൂളിൽ വിടാൻ തുടങ്ങുമ്പോഴാണ് അപ്പൊ അയലോക്കംകാരൊക്കെ വന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത്, മകളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞുകൂടെ, മകൾ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എത്ര നാളും ഈ കുട്ടീനെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കും, ആ കുട്ടി അതിന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ അയലോക്കംകാർ പറഞ്ഞു. ഏതായാലും താൻ എപ്പോഴാണ് മരിക്കുന്നത്, തൻ്റെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നൊന്നും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മ തൻ്റെ വിഷമങ്ങളൊക്കെ പറയാനും തൻ്റെ രോഗാവസ്ഥയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷെ വിളിക്കുമ്പോൾ എടുക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര എടുക്കുമ്പോൾ ഹലോ കല്യാണി എന്ന് വിളിക്കുകയാണ്. കല്യാണി എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര കല്യാണിയോ, ഏത് കല്യാണി? അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അയ്യോ സോറി, റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എങ്കിലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇതാരായിരിക്കും, നല്ല പരിചയമുള്ള നമ്പറാണല്ലോ, ഇതാരാ വിളിച്ചേക്കുന്നത്, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, പരിചയമുള്ള നമ്പറാണ്, നല്ല പരിചയമുള്ള സ്വരമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി വരുന്നത്. അപ്പൊ ശ്രുതി വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെ മോളെ മോക്ക് ഈ കല്യാണീനെ അറിയുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ ശ്രുതി. കല്യാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞെട്ടാതിരിക്കുമോ? അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, മോളുടെ ഫോണിലേക്ക് ആരോ വിളിച്ചിട്ട് കല്യാണി അല്ലേന്ന് ചോദിച്ചു, പിന്നെ റോങ് നമ്പറാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എനിക്കറിയില്ല അമ്മേ, എനിക്ക് പിന്നെ അത് റോങ് നമ്പർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ചന്ദ്ര അതങ്ങ് വിശ്വസിച്ചു. നല്ല പരിചയമുള്ള സ്വരം ഉള്ളത്, എവിടെയാ ആ സ്വരം കേട്ടിട്ടുണ്ടായിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോകുന്നത്. ഏതായാലും നമ്മുടെ ശ്രുതി അങ്ങ് വല്ലാണ്ട് പേടിച്ചു പോയി. ശ്രുതി എടുത്തിട്ട് നേരെ തിരിച്ചു വെച്ചിട്ട്, അമ്മ എന്ത് പരിപാടി അമ്മ ഈ കാണിച്ചത്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് വിളിക്കരുത് എന്ന്, പിന്നെ എന്തിനാ അമ്മ എൻ്റെ ജീവിതം കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ അമ്മ വിളിക്കുന്നത്, എനിക്ക് ഒരു സ്വസ്ഥതയും സമാധാനം തരത്തില്ലെന്ന് തച്ച് കിട്ടി ഇറങ്ങിയേക്കുവാണോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ വഴക്കം. ഈ വഴക്കൊക്കെ കേട്ടിട്ട് ആ അമ്മ പറഞ്ഞു, അതേ മോളെ, ഞാൻ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല, അമ്മയ്ക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട്, അമ്മ ഒന്ന് തല കറങ്ങി വീണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്ങ് വിഷമമായി. ശ്രുതി ചോദിച്ചു, അമ്മ തല കറങ്ങി വീണെന്നോ, എങ്ങനെ? അതെനിക്കറിയില്ല മോളെ, എന്താ പ്രശ്നം എന്നറിയില്ല, വയസ്സും പ്രായമൊക്കെ ചെന്ന് വരികയല്ലേ, ഇങ്ങനെ ആദീനെ വിട്ടാൽ ശരിയാവോ, ഞാൻ എപ്പോഴാണ് ഇല്ലാതാവുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, മോൾക്കൊരു കാര്യം ചെയ്തുകൂടെ, അവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ആദീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂടെ എന്ന് ചോദിച്ചപ്പോൾ, അമ്മേ അതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല അമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇപ്പോൾ ഫോൺ വെക്ക്, ഞാൻ ഏതായാലും വരാം, ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടേ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാം, ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ശ്രുതി വല്ലാതെ പേടിച്ച് വിറച്ച് നിൽക്കുക തന്നെയാണ്. സത്യങ്ങൾ അറിഞ്ഞ് ഏത് നിമിഷവും സത്യങ്ങൾ അറിയാം എന്നുള്ള മട്ടിലാണ്. അപ്പം സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമായി തീരും എന്നറിയാം. ഇതേ സമയത്താണ് നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയൊക്കെ ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ പോവുക എന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. ഞാൻ പോകുക, ഏതായാലും ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നില്ല, പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോകുവാണോ, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് രേവതി പറയുമ്പം എനിക്കിപ്പോൾ പോയേ പറ്റൂ, ഓരോട്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പോകണം. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകിട്ട് ഒന്ന് പുറത്ത് പോകാം, അപ്പം റെഡി ആയിട്ട് നിൽക്കണം എന്നൊക്കെ നമ്മുടെ സച്ചിയോടല്ല സച്ചി രേവതിയോട് പറയുന്നുണ്ട്. അപ്പം രേവതി പുറത്ത് പോകാനോ? അതെ, നമുക്കൊന്ന് പുറത്ത് പോകാം, പുറത്ത് പോയി ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താം. ഒത്തിരി നാളായില്ലേ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട്. പുറത്ത് പോയിട്ട് നമുക്ക് രേവതിയുടെ വീട്ടിലൊന്ന് പോയി അമ്മേനെയും അനിയത്തിനെയും ആങ്ങളേനെയൊക്കെ ഒന്ന് കാണണ്ടേന്ന് ചോദിച്ചു. അപ്പം രേവതിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് മാറി നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട്. ശ്രുതിക്ക് വീണ്ടും മനസ്സിലൊന്നും ദഹിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി പോയല്ലോ, തൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ശ്രുതി ഉള്ളത്. അങ്ങനെ പിന്നെ കാണിക്കുന്ന കുറച്ച് സീനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തത് നമ്മൾ കണ്ടല്ലോ, ഒരു മോതിരം. അപ്പോൾ അതൊന്നുമല്ല, വേറൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒരു ചെറിയ പൂക്കട ഇട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാം. നമ്മുടെ ശ്രുതിക്ക് ഒരു കടയുണ്ടല്ലോ, ഓൾറെഡി ഒരു കടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ നമ്മുടെ രേവതി. അപ്പോൾ അതുകൊണ്ട് സച്ചി പറഞ്ഞു ഒരു ചെറിയ പൂക്കട ഇട്ട് തരാം എന്ന് പറഞ്ഞാണ് നമ്മുടെ ആ ഒരു വീടിന്റെ ഫ്രണ്ട് വശത്തായിട്ടൊരു ചെറിയ പൂക്കട ഇടുന്നത്. ഏതായാലും ഈ പൂക്കട ഇട്ട് കഴിയുമ്പോഴത്തേക്കും വലിയൊരു യുദ്ധം തന്നെയാണ് ആ വീട്ടിൽ നമ്മുടെ ചന്ദ്ര നടത്തുന്നത്. ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര ലാസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലൈസൻസ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ വീടിന്റെ ഫ്രണ്ടിലല്ലേ കൊണ്ടുവച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിയുടെ ആ പൂക്കച്ചവടം മുടക്കുകയാണ്. അപ്പം രേവതിയും പറഞ്ഞു സാരമില്ല, സച്ചിയോട് പറഞ്ഞു സാരമില്ല, ഏതായാലും വേണ്ട, ഇനിയിപ്പം ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, വേണ്ട, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, രേവതിക്ക് സച്ചിനെ സഹായിക്കുകയും ചെയ്യാം, കടങ്ങളൊക്കെ വീട്ടുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു പൂക്കട ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. എനിക്ക് നാണക്കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് അതങ്ങ് മുടക്കി. അങ്ങനെ ഏതായാലും നമ്മുടെ സച്ചിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കാരണം അത്രയ്ക്ക് വൈരാഗ്യമായി പോയി ചന്ദ്രയോട്. അത്രയും പണമൊക്കെ മുടക്കി അങ്ങനെ ഒരു കട ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ലൈസൻസ് കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു രീതിയിലാക്കി വെച്ചു നമ്മുടെ ചന്ദ്ര. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സച്ചിക്ക് കലി വന്നത്. ഏതായാലും സച്ചി ഒരു തീരുമാനം അതോടുകൂടി എടുത്തു. രേവതിനെ കൊണ്ട് പൂക്കച്ചവടം ചെയ്യിച്ചേ അടങ്ങും സച്ചി. കാരണം നാണക്കേടാണെന്നല്ലേ പറഞ്ഞത് ചന്ദ്രയ്ക്ക്. എങ്കിൽ പിന്നെ അങ്ങനെ വെറുതെ വിടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ രേവതിനെ കൊണ്ട് പൂക്കച്ചവടം തുടങ്ങിയേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഐഡിയ നമ്മുടെ സച്ചി കണ്ടുപിടിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതിക്ക് ഒരു സ്കൂട്ടി മേടിച്ചു കൊടുക്കുക. അപ്പൊ രേവതിക്ക് സ്കൂട്ടി മേടിക്കാൻ വേണ്ടി രേവതിക്ക് ഇഷ്ടമുള്ളത് കളറൊന്നും അറിയില്ല, എങ്കിലും എന്തായിരിക്കും കളർ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയി കളറൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് എന്ത് കളർ അറിയാന്ന് രേവതി പറഞ്ഞു സാമ്പാറിന്റെ കളറ്, രസത്തിന്റെ കളറ്, അവിയലിന്റെ കളർ, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് അടുക്കള ജോലിയായിട്ടാണല്ലോ കൂടുതൽ ബന്ധമുള്ളത്. പിന്നെ ജമന്തിപ്പൂവിന്റെ കളറ്, മുല്ലപ്പൂവിന്റെ കളർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറെ കളറൊക്കെ അറിഞ്ഞു വെച്ചു. നമ്മുടെ രേവതിയുടെ ഇഷ്ട നിറങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഒരു വണ്ടി എടുത്തോണ്ട് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. വണ്ടി എടുത്തോണ്ട് വരുന്നു. നമ്മുടെ രേവതിനെ കൊണ്ടുവന്ന് ഫ്രണ്ട് നിർത്തിയിട്ട്, ഇതാണ് രേവതിനെ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടു നിർത്തിയിട്ട്, ഇത് എന്റെ ഒരു ഗിഫ്റ്റ് ആണ്, ഇത് വെറും ഗിഫ്റ്റ് അല്ല, ഇതുകൊണ്ടാണ് ഇനി ജീവിക്കേണ്ടത്, ഇതില് നീ പൂക്കച്ചവടം ചെയ്യണം, ഈ സ്കൂട്ടി കൊണ്ട് നീ പൂക്കച്ചവടം ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിൽ പരം രേവതിക്ക് വല്ല സന്തോഷമുണ്ടോ? രേവതിയുടെ കണ്ണൊക്കെ നിറയാണ് കേട്ടോ. ഏതായാലും ഉടനെ തന്നെ നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. ഇതൊക്കെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ കട ഏകദേശം പൂട്ടിക്കെട്ടാറായി. കാരണം വേറെ ഒന്നുമല്ല, കസ്റ്റമേഴ്സും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ അഹങ്കാരത്തിനും ചന്ദ്രയുടെ അഹങ്കാരത്തിനൊക്കെ പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പതിയെ അവരുടെ ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറി തുടങ്ങി. നമ്മുടെ ശ്രുതിയാണെങ്കിൽ പകുതി ദിവസം ജോലിക്കും പോകുകയല്ലാത്തൊരവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യങ്ങൾ ഇങ്ങനെ കുന്നുപോലെ വന്നു ചേരുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. ചന്ദ്രയുടെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാന്. ഏതായാലും നമ്മുടെ രവീന്ദ്രനൊക്കെ ഇത് കണ്ടിട്ട് വലിയ സന്തോഷമാകുകയും കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് കേട്ടോ രവീന്ദ്രന്റെ. കാരണം രേവതിക്ക് ഇങ്ങനെ ഉള്ളൊരു സൗഭാഗ്യം കിട്ടിയല്ലോ. പിന്നെ അവര് സന്തോഷിച്ച് ജീവിക്കുന്ന കാണാനാണല്ലോ ഇത്രയും നാളും ആഗ്രഹിച്ചത്.
അങ്ങനെ ഈ ഒരു സ്കൂട്ടിയൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലക്ഷ്മിയുടെയും ദേവുവിന്റെ അടുത്തേക്കൊക്കെ നമ്മുടെ രേവതി ചെല്ലുന്നുണ്ട്. ഏതായാലും അവർക്കും വലിയ സന്തോഷമൊക്കെ ആകുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ ഇനി കിടപ്പുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ച് ഒരു മാസമൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ടി വരികയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ശുഭമുഹൂർത്തങ്ങള് കിടപ്പുണ്ട്. അതിനിടയിൽ അവരുടെ പ്രണയ നിമിഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ എന്നും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പ്രണയ വിശേഷങ്ങൾ മാത്രം ഇടുന്നുണ്ട്, അവരുടെ വിശേഷങ്ങൾ മാത്രം. അപ്പം എല്ലാവരും കാണുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോകാനും ശ്രമിക്കുക. പിന്നെ വൈകിട്ട് നമ്മൾ പ്രേമവിശേഷം എന്നും 8:10 ആകുമ്പോ 8:10 മുമ്പ് നമ്മൾ നാളത്തെ പ്രേമവിശേഷം ഇടും. ഇതിപ്പം നമ്മൾ ഇന്നത്തെ കഥ അല്ല, നാളത്തെ കഥയല്ല പറഞ്ഞത്, ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളാട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങൾ നാളെ വന്നില്ലെങ്കിൽ അയ്യോ ഇത് നാളെ കണ്ടില്ലല്ലോ എന്നോർത്ത് പിന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന പ്രണയവിശേഷങ്ങളാണ് ഇതൊക്കെ. അതാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് പറയുന്നത്. അപ്പൊ രാവിലെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രാവിലെ ഫുൾ വിശേഷത്തിന്റെ ബാലൻസ് നമ്മൾ വൈകിട്ട് 8:10 ആകുമ്പോൾ കറക്റ്റ് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഏതായാലും നമുക്ക് വൈകിട്ട് അടിപൊളി പ്രേമവിശേഷത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.